ഒരുപാട് നന്ദി മോദിജി. കേരളത്തെ ഇത്രയേറെ സ്നേഹിച്ചതിന്, കടലോളം ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകർന്നതിന്, മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയതിന് ഒരുപാട് നന്ദി. ഈ ചടങ്ങിൽ ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്താൻ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ദിഗന്ധങ്ങൾ മുഴങ്ങട്ടെ, ഭൂമി കോരിത്തരിക്കട്ടെ, ഇനിയുമുറക്കെ ഇനിയുമുറക്കെ വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ 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 മാതരം. നമുക്ക് കേരളത്തിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള മോദിജി നമ്മളോടൊപ്പം നൽകിയിട്ടുള്ള സ്നേഹത്തിനും, അദ്ദേഹം എത്രയോ മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ നൽകിയിട്ടുള്ള ഓരോ വാക്കുകൾക്കും, സ്റ്റേജിനകത്തിരിക്കുന്ന മുഴുവൻ വ്യക്തികൾക്കും, എൻ്റെ കരുത്തരായിട്ടുള്ള സഹപ്രവർത്തകന്മാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ അടക്കം കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗം ആയിരുന്നു അദ്ദേഹം നടത്തിയത്. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി അദ്ദേഹം പറഞ്ഞു പോകുന്നു. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പരാമർശം, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകും എന്നത് ഉൾപ്പെടെയുള്ള പരാമർശം ആണ് നടത്തിയത്. ഒപ്പം കേരളത്തിലെ വർഗീയതയെ മുതലെടുക്കുവാനുള്ള ചില നീക്കങ്ങളടക്കം നടക്കുന്നു എന്ന വിമർശനം കോൺഗ്രസിനെ ഉന്നയിച്ചുകൊണ്ട്, കോൺഗ്രസിനെ ചൂണ്ടിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തി. സുദീർഘമായ പ്രസംഗം ആയിരുന്നു BJP അനുഭാവികൾക്കും പ്രവർത്തകർക്കും വേണ്ടി നടത്തിയത്. പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ ആയിരുന്നു. വലിയ വികസന പാതയിലേക്ക് തിരുവനന്തപുരത്ത് എത്തിക്കും എന്നതിനോട് ഒപ്പം തന്നെ രാഷ്ട്രീയം കൂടി കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇരു മുന്നണികളും കേരളത്തെ ദുർഭരണത്തിൽ മുക്കി എന്ന വലിയ വിമർശനം ആണ് ഉയർത്തിയത്. LDFന്റെയും UDFന്റെയും അജണ്ട എന്നത് അഴിമതിയായിരുന്നു എന്നതും വരാൻ പോകുന്നത് മാറ്റത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്നതും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം വികസനത്തിൻ്റെ ശത്രുവായി LDF മാറി എന്ന വിമർശനം കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.